ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഫൈൻ ഡിസ്ട്രാക്ഷൻസ് പറഞ്ഞ ഫീച്ചറാണ്. സോ നമുക്ക് നമ്മുടെ ലെയറിൻ്റെ ഒരു കോപ്പി ക്രിയേറ്റ് ചെയ്യാം. ഇതിൽ നമുക്ക് വയർസ് ആൻഡ് കേബിൾസോ അല്ലെങ്കിൽ ആൾക്കാരെയൊക്കെ റിമൂവ് ചെയ്യാൻ പറ്റും. സോ നമുക്ക് റിമൂവ് ടൂൾ എടുക്കാം. അതിനുശേഷം നമുക്കിവിടെ മുകളിൽ സാമ്പിൾ ലെയേഴ്സ് എന്നിട്ടൊരു ഓപ്ഷൻ ഉണ്ട്, അത് ടിക്ക് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമുക്കിവിടെ മൾട്ടിപ്പിൾ മോഡ്സ് അവൈലബിൾ ആണ്. അതിൽ ജെൻ എ ഓൺ വെച്ചിട്ട് നമുക്ക് അതിന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഏറെക്കുറെ റിമൂവ് ആയി കിട്ടിയിട്ടുണ്ട്. വയർസ് എല്ലാം വളരെ മൈന്യൂട്ടായിട്ടുള്ള പോർഷൻസ് മാത്രം അവിടെയൊക്കെ ആയിട്ട് റിമൈൻ ചെയ്യുന്നുള്ളത് നമുക്ക് പിന്നീട് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും മാനുവലി. സോ ഏറെക്കുറെ നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് എല്ലാ കാര്യങ്ങളും, എല്ലാ കോംപ്ലക്സ് ആയിട്ടുള്ള വയർസ് ഇതിൽ റിമൂവ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ജെൻ എ ഓഫ് ചെയ്തിട്ട് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള റിസൾട്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഇതിലും വളരെ മൈന്യൂട്ടായിട്ടുള്ള കുറച്ച് പോർഷൻസ് അവരോടായിട്ട് റിമെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ ഒരു സൺസെറ്റ് സീനിൽ എത്രത്തോളം നല്ലതായിട്ട് കിട്ടും നമുക്ക് നോക്കി നോക്കാം. ചെന്നൈ ഓട്ടോ ഇട്ടിട്ട് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഇതിൽ ആക്ച്വലി നല്ല ബെറ്റർ ആയിട്ട് പോയിട്ടുണ്ട്. ഇത് കുറച്ചുകൂടെ കോംപ്ലക്സ് സീനാണ്, കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു ഡിസ്റ്റർബൻസസും കാര്യങ്ങളൊക്കെ ഈ ഒരു സീനിലുണ്ട്. സോ നമുക്ക് ഇതിലെങ്ങനെ കിട്ടുന്നുണ്ട് നമുക്ക് നോക്കാം. ഓക്കെ, ഇതിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ റിമൂവ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അവിടെ എവിടെയായിട്ട് ഇപ്പോൾ ആ ഒരു റെഡ് ആൻഡ് വൈറ്റ് സൈൻ പോലെ കാണുന്നില്ല, അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ ഫ്ലോട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. സോ അതെല്ലാം നമുക്ക് മാനുവലി റിമൂവ് ചെയ്യേണ്ടി വരും. അതല്ലാതെ മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല. എല്ലാ കോംപ്ലക്സ് ആയിട്ടുള്ള വയർസും കേബിൾസും ഒക്കെ അതിൽ റിമൂവ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് പീപ്പിൾസ് എങ്ങനെ റിമൂവ് ചെയ്യാം, അല്ലെങ്കിൽ ആൾക്കാരെ എങ്ങനെ റിമൂവ് ചെയ്യാൻ പറ്റും നോക്കാം. ഇതിൽ നമുക്ക് ആക്ച്വലി എഡിറ്റബിൾ ആണ്. നമ്മൾ ഇങ്ങനെ ഓട്ടോ ഇട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി ആൾക്കാരെ സെൻസ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നമുക്കിനി ആഡ് ചെയ്യാൻ സബ്ട്രാക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ആരെങ്കിലും റിമൂവ് ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് സബ്ട്രാക്ട് ചെയ്യാൻ പറ്റും. ആരെങ്കിലും റിമൂവ് ചെയ്യണം, അഡീഷണൽ റിമൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാനും പറ്റും. കംപ്ലീറ്റ്ലി ബാക്ക്ഗ്രൗണ്ടിലുള്ള എല്ലാവരും റിമൂവ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് നല്ലൊരു പിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇത് താജ്മഹലിൻ്റെ ഒരു പിക്കാണ്. അത്യാവശ്യം ക്രൗഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങ് ദൂരെയുള്ള ആൾക്കാരായിട്ട് നമുക്ക് ചെറിയ ചെറിയ ഇതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. സോ ഇത്രയും ക്രൗഡ് അല്ലെങ്കിൽ ഇത്രയും മൈന്യൂട്ടായിട്ടുള്ള ഡീറ്റെയിൽസ് റിമൂവ് ചെയ്യാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കി നോക്കാം. ഓട്ടോ ആണ് ഇവിടെ ഇടുന്നത്. സോ ലെറ്റ്സ് സീ. എല്ലാവരും കറക്റ്റായിട്ട് സെൻസ് ചെയ്തിട്ടുണ്ട്. നോക്കാം ഇത് റിമൂവ് ചെയ്ത് കിട്ടുമോ എന്നുള്ളതും കൂടെ നോക്കാം. ഓക്കെ, ഏറെക്കുറെ റിമൂവ് ആയി കിട്ടിയിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ ഇപ്പോഴും കുറച്ച് ആൾക്കാരെ മേ ബി ഫില്ല് ചെയ്തതോ അല്ലെങ്കിൽ അവിടെ ഓൾറെഡി ഉണ്ടായിരുന്നതായിരിക്കാം. അപ്പോൾ ഇപ്പോഴും കുറച്ച് ആൾക്കാർ അവിടെ ബാക്ക്ഗ്രൗണ്ടിലുണ്ട്. സോ അതും കൂടെ റിമൂവ് ചെയ്യാൻ പറ്റുമോ നമുക്ക് നോക്കി നോക്കാം. പിന്നെ ഇടയ്ക്കൊരു ഗ്രാസ്, ഹാഫ് ഗ്രൗണ്ട് ഗ്രാസ് ആയിരുന്നു, അത് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടെ ക്ലിയർ ആയി കിട്ടിയിട്ടുണ്ട്. ഓൾറെഡി അങ്ങ് ദൂരെ ആ താജ്മഹലിൻ്റെ ആ പ്ലാറ്റ്ഫോമിൻ്റെ അവിടെ ഉണ്ടായിരുന്ന മൈന്യൂട്ടായിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം ഓൾറെഡി റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതും കൂടെ റിമൂവ് ആയി നമുക്ക് പ്രോപ്പർലി കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ റിമൂവ് ടൂൾ കുറച്ചുകൂടെ പവർഫുൾ ആയിട്ടുണ്ട്. സോ നേരത്തെ ആ ട്രാമിൻ്റെ ഒക്കെ ഒരു പിക്കില്ലേ, അതിൽ നമുക്ക് ആ ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള ഒബ്ജക്ട്സും കാര്യങ്ങളൊക്കെ എങ്ങനെ റിമൂവ് ചെയ്യാൻ പറ്റും എന്നൊന്ന് നോക്കാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുമ്പോൾ തന്നെ അതൊക്കെ പിക്സലേഷൻ ഒന്നും ഇല്ലാണ്ട് പോകുന്നുണ്ട്. ഷാഡോസ് ആണെങ്കിൽ പോലും പ്രോപ്പർലി നമുക്ക് റിമൂവ് ചെയ്ത് കിട്ടുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് ജനറേറ്റീവ് എക്സ്പാൻഡ് എന്താണെന്ന് നോക്കാം. ഓക്കെ, ഇതിൽ നമുക്ക് ഈ ഒരു ഫോട്ടോ നമുക്ക് കുറച്ച് സൈഡിലേക്കും കൂടെ അല്ലെങ്കിൽ മുകളിലേക്കും കൂടെ എക്സ്പാൻഡ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും, അല്ലെങ്കിൽ എങ്ങനെ നമുക്കത് ഔട്ട്പുട്ട് കിട്ടും എന്ന് നോക്കാം. ജനറേറ്റീവ് ഫിൽ യൂസ് ചെയ്ത് അത്രയും ഭാഗം കൂടെ അത് ഫില്ല് ചെയ്തെടുക്കും. സോ നമുക്ക് ഫ്രെയിം കുറച്ചൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാം. ജനറേറ്റീവ് എക്സ്പാൻഡ് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ വേണമെങ്കിൽ പ്രോംപ്റ്റ് ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആസ് ഇറ്റ് ഈസ് ജനറേറ്റ് ചെയ്യാനും പറ്റും. നമുക്കൊരു 3 ഔട്ട്പുട്ട് കിട്ടും. അതിൽ നിന്ന് ഇഷ്ടമുള്ള ഓപ്ഷൻ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇതും ജനറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ബാക്ക്ഗ്രൗണ്ട്സും കാര്യങ്ങളൊക്കെയാണ്. ഇതിൽ നമുക്ക് ഇഷ്ടമുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. എനിക്ക് കുറച്ചുകൂടെ പേഴ്സണലി ഇഷ്ടപ്പെട്ടത് ഈ ഒരു ബാക്ക്ഗ്രൗണ്ടാണ്. സോ ഇത് നമുക്കൊന്ന് മുകളിലേക്കും കൂടെ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. സ്കൈ ഇവിടെ കുറച്ച് കിട്ടുന്ന പോലെ നമുക്ക് എക്സ്പാൻഡ് ചെയ്തെടുക്കാൻ പറ്റുമെന്ന് നോക്കാം. ഓക്കെ, ക്ലൗഡ്സും കൂടെ ഫില്ല് ചെയ്ത് അവിടെ വന്നിട്ടുണ്ട്. നമുക്കതിലും നല്ലൊരു ഔട്ട്പുട്ട് നോക്കി നമുക്ക് സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ്. എല്ലാം നല്ല പ്രോപ്പറായിട്ട് തന്നെ ആ ഒരു ഫോട്ടോയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഫോട്ടോയിൽ എങ്ങനെ നമുക്ക് എക്സ്പാൻഡ് ചെയ്തെടുക്കാം. അവിടെ സൈഡിൽ നമുക്ക് കുറച്ച് കുതിരകളെ കാണാം. അത് നമുക്ക് എങ്ങനെ എക്സ്പാൻഡ് ചെയ്തെടുക്കാൻ പറ്റുമെന്ന് നോക്കാം. ഓക്കെ, ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
ഓക്കെ, 2 ഔട്ട്പുട്ട് നമുക്ക് നല്ല രീതിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ജനറേറ്റ് സിമിലർ ആൻഡ് എൻഹാൻസ് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ നമുക്ക് ഈ ഒരു ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ഇതുപോലെയുള്ള 1-2 കൂടെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ജനറേറ്റ് സിമിലർ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഏത് ഫോട്ടോയിലാണോ നമ്മൾ ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നത് അത് ആ ഒരു ഔട്ട്പുട്ട് പോലെയുള്ള ഒരു 3 ഔട്ട്പുട്ട് കൂടി നമുക്ക് കിട്ടും. ഇതിലൊക്കെ സൈഡിൽ കുറച്ച് ഗ്രാസും കൂടെ ഒക്കെ ഫില്ല് ചെയ്ത നല്ലൊരു ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ട്. ആ ഒരു ഹോഴ്സിൻ്റെ ഒരു ഫേസും കൂടെ ഒക്കെ വരുന്ന പോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് എൻഹാൻസ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം. ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കുറച്ചുകൂടി എൻഹാൻസ് ചെയ്ത് കിട്ടും. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പിക്ചറിൻ്റെ ഡീറ്റെയിൽസ് അത്യാവശ്യം എൻഹാൻസ് ചെയ്ത് കിട്ടിയതായിട്ട് കാണാൻ പറ്റും. അടുത്തത് നമുക്ക് ജനറേറ്റീവ് ഫിൽ എന്താണെന്ന് നോക്കാം. ഫയർഫ്ലൈ മോഡൽ 3 ആണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഈ ബൂട്ട് ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം. വൈറ്റ് ബൂട്ട്സ് ആഡ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടാവും, ഈ പിക്ചർ എങ്ങനെ ഉണ്ടാവും നമുക്ക് നോക്കി നോക്കാം. നമുക്ക് ഔട്ട് കിട്ടിയിട്ടുണ്ട്. 3 ഔട്ട് വന്നിട്ടുണ്ട്. അതിലിഷ്ടമുള്ളത് നമുക്ക് സെലക്ട് ചെയ്തിട്ട് എനിക്കിത് കുറച്ചുകൂടെ ബെറ്ററായിട്ട് തോന്നി, കുറച്ചുകൂടെ ബെറ്ററായിട്ട് മേജ് ആവുന്നുണ്ട്. ഈ 2 ബൂട്ട്സും നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാതെ തോന്നുന്നുണ്ട്. അടുത്ത നമുക്ക് ജനറേറ്റ് ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള ഓപ്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. നമ്മളിവിടെ റിമൂവ് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുകയാണ്. സോ റിമൂവ് ബാക്ക്ഗ്രൗണ്ട് കൊടുത്തിട്ട് നമുക്ക് ആ ഒരു സബ്ജക്റ്റിന് മാത്രമായിട്ട് കിട്ടുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ലെയർ ആഡ് ചെയ്യുകയാണ്. ലെയർ ആഡ് ചെയ്തിട്ട് നമ്മളതിൽ ബാക്ക്ഗ്രൗണ്ട് ജനറേറ്റ് ചെയ്യാനുള്ള പ്രോംപ്റ്റ് കൊടുക്കുകയാണ്. ഓക്കെ, ഇതിൽ നമുക്ക് നല്ലൊരു ഡെസേർട്ട് റോഡും അതുപോലെ ഷാഡോ ആണെങ്കിൽ പോലും അത്യാവശ്യം നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. എസ്പെഷ്യലി ഈ ഒരു ഫോട്ടോയിൽ നമുക്ക് നല്ല രീതിയിൽ ഷാഡോ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പിക്ചറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ക്യാരക്ടറിനെ അതിലെങ്ങനെ നമുക്ക് മൂവ് അറൗണ്ട് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ നമുക്കതിൽ മാറ്റി പ്ലേസ് ചെയ്യാം എന്നൊക്കെ നമുക്ക് നോക്കി നോക്കാം. ബാക്ക്ഗ്രൗണ്ട് ജനറേറ്റ് ചെയ്യുകയാണ്. ഒരു ജിമ്മിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ജനറേറ്റ് ചെയ്യാൻ നോക്കുകയാണ്. ഓക്കെ, ഒരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ജനറേറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ആളെ മാസ്ക് ചെയ്തിട്ട് ഈ ഒരു ഭാഗം നമുക്ക് ഫില്ല് ചെയ്തെടുക്കണം. ഈ ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്ന ഒരു ഭാഗം നമുക്ക് ഫില്ല് ചെയ്തെടുക്കാം. ഓക്കെ, അവിടെ നിന്ന് നമുക്ക് 3 ഔട്ട് കിട്ടിയിട്ടുണ്ട്. 3 മാറ്റി, ഇത് കുഴപ്പമില്ല. നമുക്ക് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് തന്നെ ഇട്ടിട്ട് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇനി നമുക്ക് ആ ഒരു മാസ്റ്റർ ക്യാരക്ടറിനെ തിരിച്ചതിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിനെ മൂവ് അറൗണ്ട് ചെയ്യാൻ പറ്റും. അത് നമുക്ക് ഇഷ്ടമുള്ളതിലേക്ക് മാറ്റി പ്ലേസ് ചെയ്യാം. ഇനി നമുക്ക് ജനറേറ്റീവ് വർക്ക് സ്പേസ് എന്താണെന്ന് നോക്കാം. ഇത് ബീറ്റ വേർഷനിലാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അതിനായിട്ട് നമുക്ക് എഡിറ്റിൽ പോയിട്ട് ജനറേറ്റീവ് വർക്ക് സ്പേസ് എന്നുള്ളൊരു വിൻഡോ ഓപ്പൺ ആയി കിട്ടും. ഇത് കൈൻഡ് ഓഫ് ഒരു ചാറ്റ് ബോട്ട് പോലെയാണ്. നമുക്ക് നമ്മുടെ പ്രോംപ്റ്റ്സ് ആഡ് ചെയ്യാം, അത് ജനറേറ്റ് ചെയ്യും. അതിനുശേഷം നമുക്കിത് റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കേണ്ട ഒരു സാഹചര്യം വരുന്നില്ല. ഞാൻ കാണിച്ചു തരാം. അത് ബാക്ക് ടു ബാക്ക് ആയിട്ട് ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ആൻഡ് നമുക്കത് ഹിസ്റ്ററി പോലെ എപ്പോഴും അവൈലബിൾ ആയിരിക്കും. ഈ ഒരു പ്രോംപ്റ്റ് നമുക്ക് ജനറേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അത് ജനറേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് അടുത്തൊരു പ്രോംപ്റ്റ് കൂടി അതിൻ്റെ കൂടെ നമുക്ക് കൊടുത്തു നോക്കാം. ഓക്കെ, മറ്റേതിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട് ഓൾറെഡി. ഒരെണ്ണം കൂടെ കൊടുത്തു നോക്കാം. ഓക്കെ, രണ്ടും ബാക്ക് ടു ബാക്ക് ആയിട്ട് ജനറേറ്റ് ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. ഓക്കെ, സെക്കൻഡ് വൺ ജനറേറ്റ് ആയിട്ടുണ്ടെങ്കിൽ തേർഡ് വൺ ജനറേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇനി ഇതിൽ നമുക്ക് ഇപ്പോൾ റീറൺ ചെയ്യാൻ പറ്റും. നമുക്ക് കിട്ടിയ ഔട്ട്പുട്ട് പോരാ, അല്ലെങ്കിൽ അതുപോലെ തന്നെ വീണ്ടും സാമ്പിൾസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതേ പ്രോംപ്റ്റിൽ തന്നെ റീറൺ ചെയ്യാൻ പറ്റും. അപ്പോൾ വീണ്ടും നമുക്ക് 4 ഔട്ട്പുട്ട് കൂടി കിട്ടും. ഇനി നമുക്ക് വേരിയബിൾസ് യൂസ് ചെയ്തിട്ട് എങ്ങനെ ഔട്ട്പുട്ട്സ് എടുക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം. ഞാനിവിടെ 3 വേരിയബിളാണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഏകദേശം 3 സിറ്റുവേഷൻസ് വരുമ്പോൾ 12 വെച്ചിട്ട് 36 ഇൻ ടോട്ടൽ നമുക്ക് ഔട്ട് കിട്ടും. ഇതിൽ ക്യാറ്റിൻ്റെ ഇതുപോലെ വന്നിട്ടുണ്ട്, അതുപോലെ ഡോഗിൻ്റെ വന്നിട്ടുണ്ട്. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.